ഡോമിനൻസ് അല്ല, ഒരു കോമ്പറ്റീഷൻ അല്ല ഇത്. ഇത് ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു മാരേജ് റിലേഷൻ എന്ന് പറഞ്ഞാല്. നമ്മൾക്ക് നമ്മളുടെ എബിലിറ്റീസ് ഉണ്ട്. ഞാൻ എന്റെ ടാലൻസ് അല്ലെങ്കിൽ എന്റെ ക്യാപ്പബിലിറ്റി ആയിരിക്കൂല എന്റെ ഹസ്ബൻഡിനുള്ളത്. സോ വി ആർ ബോത്ത് വർക്കിംഗ് ഔട്ട്. ഞങ്ങൾ രണ്ടുപേരും നോക്കുന്നു എങ്ങനെയാണ് ആർക്കാണ് ബെറ്റർ. ബട്ട് അറ്റ് എ ക്രൈസിസ് ടൈം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ഓൾവേസ് ദ മാൻ പ്രൊട്ടക്ട്സ് ദ ഹൗസ്. പറയുമ്പം ദ ഫീമെയിൽ മദർ പ്രൊട്ടക്ട്സ് ദ ഹോം. പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി, ഒരു അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇൻപുട്ട്, ഫ്ലീ ഓർ ഫൈറ്റ്. നമ്മുടെ ഉള്ളിലേക്ക്, ഒരു മദറിന്റെ ഉള്ളിലേക്ക്, ഒരു വൈഫിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓൾറെഡി ഇൻഹെറിറ്റഡ് ആണ് നമുക്ക്. നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒന്നെങ്കിൽ ബിഫ്രണ്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ടെൻഡ് ചെയ്യുക. സോ ഞാൻ പറയുന്നത് ഇതൊരു ഇക്വാലിറ്റിയാണ്. പ്രൊട്ടക്ഷൻ നന്നായിട്ട് പോകുന്നു. കുഴപ്പമില്ല. ഓക്കെ, റെഡി. അങ്ങനെയൊക്കെ അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് ആത്മഹത്യ ചെയ്തു പോയ കർഷകരുടെ വിധവകളായ സ്ത്രീകൾ, ആ സ്ത്രീകളുടെ കരുത്ത് എന്ന് പറയുന്നത് അല്പം പോലും കുറവ് വരുന്നില്ല എന്ന് മാത്രമല്ല, കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ എവിടുന്നോ ഒരു പ്രത്യേക ശക്തി ആ ഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന ഒരു പ്രത്യേക കരുത്തുണ്ടോ? ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രൈസിസിൽ പ്രതിസന്ധികളിൽ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലാണല്ലോ ഈ സാഹചര്യം. ഞാൻ ഈ സൂയിസൈഡ് ചെയ്ത ഫാമേഴ്സിന്റെ വിഡോസിനെ കൊണ്ട് അവരുടെ വിഷയങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവർക്കാണ് കരുത്ത്. അവരുടെ കരുത്ത് തന്നെയാണ്. കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്താ പറയാൻ വരുന്നുണ്ട്? ഇപ്പൊ ഇവിടുത്തെ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജഡ്ജസിന്റെയും വക്കീലന്മാരുടെയും കർഷക നേതാവിന്റെയും ഒക്കെ. ആ കേട്ടതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, ഒരു ജോലി ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ വലിയ ബഹളമില്ലാതെ കുടുംബം നയിച്ചുകൊണ്ട് പോകാം. അപ്പൊ അവിടെ ഈ ഭാര്യ ജോലിക്ക് പോയി ഭർത്താവ് വീട്ടിൽ നിന്ന് ആ മകാൻ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ? അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് അദ്ദേഹം ഇവിടെ ഇരുന്നതാണ്. ഒരിക്കലും അങ്ങനെ പറയുന്നത് അത് താങ്കളുടെ അവസ്ഥയായിരിക്കും. എനിക്കൊരിക്കലും അത് ഗതികേടായിട്ട്